പോലും വെല്ലുന്നതാണ് ഡൽഹിയിൽ അറസ്റ്റിലായ പ്രവാസി മലയാളിയായ CC തമ്പി എന്ന കോട്ടോൽ തമ്പിയുടെ പിന്നാമ്പുറ കഥകൾ. അടയ്ക്ക വിപണിക്ക് പേരുകേട്ട പഴഞ്ഞിക്ക് സമീപമുള്ള കോട്ടോലിലെ കൂലിപ്പണിക്കാരനായ ചെറുവത്തൂർ മാത്യുവിന്റെയും താണ്ടുവിന്റെയും മകനാണ് അദ്ദേഹം. കുന്നംകുളം പട്ടണത്തിലെ പഴയകാല കച്ചവട പ്രമാണികളായിരുന്ന തെക്കേക്കരക്കാരുടെ ഇലക്ട്രിക് ഷോപ്പ് ജീവനക്കാരനായി തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കോട്ടോലിൽ നിന്ന് ഒതളൂരിലേക്ക് വിവാഹം ചെയ്ത ഒരു മുസ്ലിം കുടുംബത്തിലെ സ്ത്രീയുടെ ഭർത്താവ് വഴി വിസ സംഘടിപ്പിച്ച് ദുബായിലുമെത്തി. പച്ചക്കറി കടയിലെ ജോലിക്കാരനായി ജോലി. പിന്നീട് ചീട്ടുകളി നടത്തിപ്പിലൂടെയുള്ള ബന്ധങ്ങൾ പല കുപ്രസിദ്ധ ബിസിനസ് രാജാക്കന്മാരുമായി മടുപ്പിച്ചു. ചില പരിചയങ്ങൾ ഷെയ്ഖ് കുടുംബങ്ങളിലേക്കും കയറി ചെല്ലാൻ തമ്പിയെ സഹായിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഡൽഹിയിൽ പലയിടത്തും അമ്പൻ ഹോട്ടലുകൾ കെട്ടിപ്പൊക്കി. അജ്മാനിൽ ഇറക്കുമതി ചെയ്യുന്ന ചില ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾ പൂർണ്ണമായും തമ്പി നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. UAEയിൽ വന്നിറങ്ങുന്ന പല രാഷ്ട്രീയ നേതാക്കൾക്കും മന്ത്രിമാർക്കും താമസം ഏർപ്പാടാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തതോടെ ബന്ധങ്ങൾ കേരളത്തിലെത്തുമ്പോഴും നിലനിന്നു. വീടിനോട് ചേർന്ന് സ്വന്തമായി ഒരു കുരിശുപള്ളി ഉണ്ടാക്കി. അവിടെ പെരുന്നാൾ ആഘോഷത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ എത്തിയിരുന്നത്രേ. ഇക്കാലത്താണ് കുന്നംകുളത്തെ ഇലക്ട്രിക് കടയിൽ ഇയാളോടൊപ്പം ജോലി നോക്കിയിരുന്ന പഴയകാല സുഹൃത്തിനെ മാനേജരാക്കി നിയമിച്ചത്. ഇയാളെ ബിനാമിയാക്കി കേരളത്തിലെ പല നഗരങ്ങളിലും ഭൂമികൾ സ്വന്തമാക്കി. ഇതിനിടെ മാനേജർക്ക് പക്ഷാഘാതം വന്ന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതോടെ എവിടെയൊക്കെ ഭൂമിയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ തമ്പിക്ക് പോലും സാധിക്കാതായി എന്നതാണ് നാട്ടുകാർക്ക് മുഖ്യ സഹായി കൂടിയാണ് തമ്പി. നാട്ടിലെത്തിയാലും സാധാരണക്കാരെ സഹായിക്കുന്നതിന് തമ്പി മടി കാണിച്ചിരുന്നില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും വിദേശത്ത് ജോലിയും നൽകി. എരുമപ്പെട്ടിയിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലും ഇത്തരം ആളുകളെ ഇയാൾ വിദ്യാഭ്യാസത്തിനും സഹായിച്ചു വന്നിരുന്നു. ഇന്നലെ തമ്പിയെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തറിയുമ്പോൾ ഇക്കാരണത്താൽ നാട്ടുകാരുടെ മുഖത്ത് മ്ലാനതയായിരുന്നു. കാരണം ഇനി തങ്ങളെ സഹായിക്കാൻ ആരുണ്ടാകുമെന്ന ചോദ്യമാണ് അവിടെ അവശേഷിച്ചത്. താൻ പഠിച്ച സ്കൂളിന്റെ നവീകരണത്തിനായി 10 ലക്ഷത്തോളം രൂപ നൽകിയ തമ്പി തൊട്ടടുത്ത നായാടി കോളനിയിലേക്ക് ലക്ഷങ്ങൾ നൽകിയിട്ടുമുണ്ട്. അന്തരിച്ച ഒരു മുൻ ധനകാര്യമന്ത്രി ഇയാളുടെ വീട്ടിലെ പതിവ് സന്ദർശകനായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പ്രവാസി മലയാളിയായ തമ്പി അറസ്റ്റിലാകുമ്പോൾ നാട്ടുകാർക്ക് മൗനമാണ്. നാട്ടുകാരെ അകമഴിഞ്ഞ് സഹായിച്ച തമ്പി ഇനി സഹായിക്കാൻ എത്തുമോ എന്ന സംശയവും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.